മറ്റൊന്ന് പാലായാണ്. കഴിഞ്ഞ തവണ ഈ ആലുങ്കാവഴുത്തപ്പോൾ കാക്കയ്ക്ക് വായി പുണ്ണെന്നൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ UDF നിന്ന് LDF വരാനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനം പലരും രാഷ്ട്രീയമായി അതിനകത്ത് വലിയ അപകടം കണ്ടപ്പോൾ ജോസ് കെ മാണിക്ക് KM മാണിയെ പോലെ ഈ പാർട്ടിയെ യോജിപ്പിച്ച് നയിക്കാൻ കഴിയുമോ, അത്ര രാഷ്ട്രീയ ബുദ്ധി ഉണ്ടോ എന്ന് കണ്ടപ്പോൾ അതിസാഹസികമായ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ശരിയാണെന്ന് സ്വന്തം പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തുകയും കേരളത്തിലെ 1ാം നമ്പർ കേരള കോൺഗ്രസ്സായി കേരള കോൺഗ്രസ് എമ്മിനെ നിലനിർത്തി ഒരു പക്ഷേ പറഞ്ഞാൽ ഈ മാണിയുടെ അവസാന കാലത്തേക്കാൾ ശക്തമായി KM മാണിയേക്കാൾ ശക്തമായി എതിരാളികൾ പോലും ഇല്ലാത്ത രീതിയിൽ നിലനിർത്തുകയും ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ മാണി സി കാപ്പനോട് പരാജയപ്പെടേണ്ടി വന്നു ജോസ് കെ മാണിക്ക്. ഇതാണ് പാലയിലെ ചിത്രം. പാലയെ സംബന്ധിച്ച് കാലയ്ക്ക് കഴിഞ്ഞ 50 വർഷവും ഒറ്റ MLA ഉണ്ടായിരുന്നുള്ളൂ, അത് KM മാണിയാണ്. KM മാണിക്ക് ശേഷം ഒരേ ഒരാളെ MLA ആയിട്ടുള്ളൂ, അത് മാണി സി കാപ്പനാണ്. മറ്റൊരു മാണിയാണ്, അത് മാണി സി കാപ്പനാണ്. അപ്പോൾ മാണി സി പാലയുടെ ചിത്രം ഇതാണ്. UDF ഇത് KM മാണി വിജയിച്ചത്, ഇത് KM മാണി വിജയിച്ചത്. ഇത് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കാപ്പൻ ജയിക്കുന്നു. കാപ്പൻ ജയിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും അടുത്ത ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാപ്പൻ LDF നിന്ന് UDF എത്തുന്നു. അവിടെ LDF ആയി നിന്നായിട്ട് മത്സരിച്ചത് ടോം ജോസ് പുലിക്കുന്നേൽ മത്സരിക്കുമ്പോൾ ടോം ജോസ് പുലിക്കുന്നേലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാപ്പൻ ജയിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം UDF എത്തുന്നു. UDF എത്തുമ്പോഴും കാപ്പൻ അതിൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞവണ ജോസ് കെ മാണി ഇടതു തരംഗം കേരളമാകെ വീശിയടിച്ചപ്പോഴാണ് കേരളത്തിൽ പാലയിൽ സ്വന്തം പിതാവ് 1/2 നൂറ്റാണ്ട് കാലം പ്രതിനിധിച്ച മണ്ഡലത്തിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടത്. പക്ഷേ ഇത്തവണ ജോസ് കെ മാണി വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ജോസ് കെ മാണി എന്തായാലും വിജയിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ ജോസ് കെ മാണിക്കുണ്ട്. ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ മട്ടിൽ എങ്ങനെയാണ് പാർട്ടിയെ കൊണ്ടുവരുന്ന ആ മട്ടിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു ചോദ്യം, ഷോൺ ജോർജ് കൂടി അവിടെ മത്സരിക്കുന്നു. ഷോൺ ജോർജ് സ്വതന്ത്രനായി അവിടെ സ്വതന്ത്രനായെന്ന് അല്ല NDAയുടെ ഭാഗമായി നിന്ന് മത്സരിച്ച് അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച ഒരാളാണ്. ഷോൺ ജോർജിന് അവിടെ PC ജോർജിൻ്റെ മകൻ എന്ന നിലയ്ക്കും സ്വന്തം നിലയ്ക്കും എന്നുള്ള സ്വാധീനമുണ്ട്. ഷോൺ ജോർജ് ഈ പറയുന്ന വോട്ടുകളായിരിക്കില്ല പിടിക്കുന്നത്. ഷോൺ ജോർജ് അവിടെ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ അത് ഇനി LDFൻ്റെതാണോ UDFൻ്റെതാണോ എന്ന ചോദ്യം ഇനിയും ഇടതുമുന്നണിയുടെ ഭാഗമായി ജോസ് കെ മാണിക്ക് സ്വന്തം പാർട്ടിയെ ജയിപ്പിക്കുമ്പോഴും സ്വയം ജയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ഷോൺ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന ഒറ്റ ഘടകം മാത്രമാണ് LDF UDF സാധ്യതകളെ സ്വാധീനിക്കുന്നത്. ഒരുപക്ഷെ ഷോൺ ജോർജ് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ മാണി സി കാപ്പന് വളരെ പെട്ടെന്ന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം വലിയ ആശയക്കുഴപ്പത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജോസ് കെ മാണി മുന്നണി വിടുമോ ഇല്ലയോ, LDFലാണോ UDFലാണോ എന്ന ആശയക്കുഴപ്പം പൊതുവിൽ ഉണ്ടായി. ഏറെക്കുറെ തോൽവി സമ്മതിച്ച് പാലയിൽ മത്സരിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഷോൺ ജോർജ് വന്നതോടെ ചിത്രം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. മറ്റൊരു കാരണവുമല്ല, മൂന്നിലവ്, തലനാട്, തലപ്പലം 3 പഞ്ചായത്തുകൾ പഴയ പൂഞ്ഞാർ മണ്ഡലമാണ്. ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ PC ജോർജിനും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനും വലിയ സ്വാധീനമുള്ള ഇടമാണ്. തൊട്ട് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി ഈ 3 പഞ്ചായത്ത് ഏരിയയിലും ഷോൺ ജോർജ് ജനപ്രതിനിധിയുമായിരുന്നു. ഈ ഘടകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വാധീന ശക്തി. 2021 ഈ ഭൂരിപക്ഷത്തിലേക്ക് മാണി സി കാപ്പൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം PC ജോർജ് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ പാലായുടെ ഭാഗമായിരിക്കുന്ന ഈ പഞ്ചായത്തിൽ മാണി സി കാപ്പനൊപ്പമായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി പിന്തുണ കിട്ടില്ല. അവിടെ ആ വോട്ടുകൾ ഷോൺ ജോർജ് പിടിക്കുന്നു, പകരം ഇടതുപക്ഷ വോട്ടുകൾ ജോസ് കെ മാണി പിടിക്കുന്നു, ജോസ് കെ മാണി ജയിക്കുന്നു. ഇതാണ് അവരുടെ ഇക്വേഷൻ. വർക്കൗട്ട് ആവുമെന്ന് കണ്ടറിയണം. സൈതാറിന് ഒരു ചെറിയ സംശയം കൂടി, ഈ ജോസ് കെ മാണി അവസാനം മുന്നണി വിടാൻ വേണ്ടി തീരുമാനമെടുത്തതാണെന്നും അത് റോഷി അഗസ്റ്റിനാണ് തടഞ്ഞു നിർത്തിയത്, പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിൻ ചേർന്ന് തടഞ്ഞു നിർത്തിയതെന്നൊക്കെ വ്യാപകമായ രീതിയിലേക്ക് അത്തരം ഇപ്പോൾ കഥകളെന്നോ അഭ്യൂഹങ്ങളെന്നോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമെന്നോ ഒക്കെ പറയാം. എന്തായാലും അങ്ങനെയൊക്കെ ചില നീതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇടതുമുന്നണി വോട്ടുകളിൽ ഒരു അവിശ്വാസം ജോസ് കെ മാണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോയി ജോസ് കെ മാണി വിജയിപ്പിക്കണം എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളും നിലവിലുള്ള MLAമാരും മണ്ഡലങ്ങളിൽ വികസന യാത്രകൾ നടത്തണമെന്ന ഇടതുമുന്നണി തീരുമാനമുണ്ടായിരുന്നു. അത് പാലാ മണ്ഡലത്തിൽ പലയിടങ്ങളിൽ നടത്താൻ പോലും മടിച്ചിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രചരണം പുരോഗമിക്കും തോറും ജോസ് കെ മാണി അവിടെ ഹൈപ്പ് നേടി എന്നതാണ് ചിത്രം. മറ്റൊന്നുമല്ല, ഷോൺ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഷോൺ ജോർജ് ഉണ്ടാക്കുന്ന ചോർച്ചകൾ, വരുത്തുന്ന നീക്കങ്ങളെല്ലാം അത് മാണി സി കാപ്പൻ്റെ ചോർച്ചയാകുമോ എന്നൊരു കണക്കെടുപ്പിലാണ് വന്നത്. UDF ക്യാമ്പിനും ആ ആശങ്കയുണ്ട്. അതേസമയം ജോസ് കെ മാണിയുടെ പ്രതീക്ഷയ്ക്ക് കാരണവും അതുതന്നെയാണ്. എന്തായാലും ആദ്യത്തെ ആശയക്കുഴപ്പം ഏറെക്കുറെ പരിഹരിച്ചാണ് ക്യാമ്പയിൻ രംഗത്ത് ജോസ് കെ മാണിക്ക് മുന്നോട്ട് പോകുന്നത്. ക്യാമ്പയിൻ രംഗത്തും ആ പ്രവർത്തനത്തിലും എല്ലാം ജോസ് കെ മാണി ഏറെ മുന്നിലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു തരത്തിൽ പറഞ്ഞാൽ കാപ്പൻ അങ്ങനെ ഒരു പ്രചരണ രംഗത്തൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എപ്പോഴും പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മികവിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.